ആ മ്യൂസിപ്പാലിറ്റിയിൽ മുകേഷിനെയും കൂടെ ഉദ്ദേശിച്ചിരുന്നത്. അത് മുകേഷും ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞ കാരണം ഞാൻ മുകേഷിനെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വന്നവനാണ്. അതുവസി നിങ്ങളിപ്പോൾ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് കഞ്ഞി പിടിച്ച് പോകുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടണോ എന്ന് സിദ്ദിഖ് എന്നോട് BTH ഹോട്ടലിൽ വെച്ച് ചോദിച്ചു. മമ്മൂക്കയെ പിന്നെ എങ്ങനെയാണ്? മമ്മൂക്ക ഈ പറഞ്ഞ പോലെ മമ്മൂക്ക അത്ര ഈ പ്ലസൻ്റ് ആവില്ലല്ലോ, കുറച്ച് പിടിച്ച് ജനറൽ ഇതായിട്ട് പിടിച്ച് നിൽക്കുകയുള്ളൂ, അതാണ് എൻ്റെ ഇത്. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമില്ല ചില സമയത്തൊന്ന് അതെ അതെന്തിനാ അങ്ങനെ ഇങ്ങനെ എടുത്താൽ പോരെ എന്നൊക്കെ ഒരു പക്ഷം പറയുമ്പോൾ നമ്മൾ മറുപടി അലോക അതിങ്ങനെ തന്നെയാണ് വേണ്ടത് അത് പറയും. പക്ഷേ ഉള്ളിൽ പുള്ളിക്ക് ദേഷ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ പുള്ളി മാറുന്ന ഒരാളാണ്. ദേഷ്യം ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മമ്മൂക്കയുടെ ഉള്ള ഒരു അത് ചില ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ട്രോളിയും ട്രാക്കും ക്രെയിനും ഇവിടെയൊക്കെ വെച്ചൊരു ഷോട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും സാലു ജോർജായിരുന്നു ക്യാമറമാൻ. അപ്പോൾ ഞാൻ കുറേ മാർക്കൊക്കെ ചെയ്ത് ഇവിടെ നടന്നു പറഞ്ഞാൽ അവിടെ കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. മുരളിയുണ്ട്, ഗൗതമിയുണ്ട്, മാധവിയുണ്ട്, സുമാരി ചേച്ചിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് ഇങ്ങനെയൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പുള്ളി വന്നപ്പോൾ നോക്കിയപ്പോൾ ഇത് ഭയങ്കര കുറച്ച് ഇരിക്കുന്നു. അപ്പോൾ പുള്ളി സാലുവിനോട് എന്തിനാ ട്രോളി എന്തിനാ ക്രെയിം അത് എല്ലാം എടുത്ത പോയി. അപ്പോൾ ഞാൻ അപ്പോൾ സാലു എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വെറുതെ സ്റ്റഡി വെച്ചെടുത്താലും ഇതിൽ ഉണ്ടാവും, ക്യാമറയിൽ വരും, ലാലേട്ടൻ അല്ല മമ്മൂക്ക അഭിനയിക്കണമുണ്ട്, അത് മതി, മമ്മൂക്കയുടെ പെർഫോം ആണ് നമുക്ക് മെയിൻ, അതിൽ ജനങ്ങളെ ഇഷ്ടപ്പെട്ടോളും. അതിങ്ങനെ മമ്മൂക്ക പറയുമ്പോൾ അതിനൊന്നുമില്ല. പക്ഷേ ഒരു മൂവ്മെൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഒരു നന്നായിരിക്കില്ലേ മമ്മൂക്ക? അല്ല ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതാണ് ഇത്. അപ്പം നമ്മളോടൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ ചൂടാവുകയല്ല വേണ്ടത്, അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി ലളിതമായിട്ട് നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരും അതിൽ വീഴും. അതാണല്ലോ ഇത്. ഞാൻ അങ്ങനെ ആർട്ടിസ്റ്റുകളെ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളെയും അങ്ങനെ. പിന്നെ ചില ചെറുപ്പക്കാരോടൊക്കെ നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് ദേഷ്യപ്പെട്ടിരിക്കും, അതൊക്കെ ഉണ്ടാവും. കാരണം എന്താ അറിയാം, നമ്മൾ ഇത്രയും ഭാരം ഏറ്റെടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി കോടികൾ മുടക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഒരു ഡയറക്ടർക്കല്ലേ? തീർച്ചയായിട്ടും. അത് പരാജയം വന്നാലും അല്ല എന്തെങ്കിലും സംഭവിച്ചാലും ഷൂട്ടിംഗ് ഒരു ദിവസം നീണ്ടുപോയാലും നമുക്കല്ലേ എൻ്റെ നമ്മളോടല്ലേ ചോദിക്കുള്ളൂ, ഒരു ഡയറക്ടറോടെ ചോദിക്കുള്ളൂ. ഒരു ദിവസം പ്ലാൻ ചെയ്ത സീൻ തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ആ ഗ്രൂപ്പിനെ ഇത്രയും ക്രൗഡ് വെച്ച് ചെയ്യണമെന്ന് നോക്കിയാൽ പ്രൊഡ്യൂസർ ചോദിക്കും, അതെന്താ തീർക്കാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ടത് മാറി, എന്തുകൊണ്ട് തീർത്തില്ല, എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു. ചിലർ വൈലൻ്റായിട്ടൊക്കെ പറയും, ചില പ്രൊഡ്യൂസേഴ്സ് ഞാൻ ഇനി പൈസ മുടക്കില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി അവരെയൊക്കെ തഞ്ചത്തിൽ കൊണ്ടുവന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതാണ്. അപ്പോൾ എന്തുമാത്രം ടെൻഷൻ ഒരു സംവിധായകന് ഉണ്ടാകും എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ പരാതി പറയില്ല. ഈ ടെൻഷൻ ഉണ്ടാക്കിയ പടം ഉണ്ടോ സാറിന്? ഷൂട്ടിംഗ് നീണ്ടു പോവുക, വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട്? അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില സിനിമകൾക്ക് വരാതിരിക്കില്ല. ഞാനെല്ലാം മിക്കതും എൻ്റെ സിനിമകൾ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ തീർത്തു പോകുന്ന സിനിമകളാണ്. അല്ലാതെ ഒരു ടെൻഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ പൈസ ഇല്ലാതെ നിന്നുപോയ സിനിമയൊക്കെ ഉണ്ടാവും ഷൂട്ടിങ്. അത് ഗേൾസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തു. അതിന് പൈസ ഇല്ലാതെ ഒരുപാട് ദിവസം, ഒരു വർഷം വരെ മുടങ്ങി കിടക്കേണ്ടി വന്നു പ്രൊഡ്യൂസർ. അതിൻ്റെ ടെൻഷനൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷൻ പോയിട്ട് അവിടെ ഒന്നും നിവൃത്തിയില്ലാതെ, ആൾക്കാർ അയക്കാൻ നിവൃത്തിയില്ലാതെ, പ്രൊഡ്യൂസർ പറഞ്ഞ പൈസ അല്ല എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനമായപ്പോൾ മാറിക്കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ അത് തരണം ചെയ്ത് പോകണം. എല്ലാ കാര്യത്തിലും നമ്മൾ ആർട്ടിസ്റ്റുകളെ വരുമ്പോൾ അതിന് അനുസരിച്ച് നിൽക്കണം. അവരുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ ക്ഷമയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ. ഇനി ഒരു സുവർണ്ണ കാലഘട്ടം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു തിരിച്ചൊരു നിങ്ങളെ പോലെയുള്ള ഡയറക്ടർമാർക്ക് ഉണ്ടാവും. ഞാൻ സത്യന്തിക്കാട് സാറ്, തുളസി സാറ്, അങ്ങനെയുള്ള സിബി സാർ പോലെയുള്ളവരുടെ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ്. സത്യന്തിക്കാട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രിയദർശൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, രാജസേനം ഇടയ്ക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം എന്തറിയാം, നമ്മുടെയൊക്കെ സിനിമകൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും. അല്ല, സാറിന്റെ കയ്യിലുള്ള നടന്മാർ ഇപ്പം മുകേഷ് ആയാലും ജഗദീഷ് ആയാലും അവരെല്ലാം വിട്ടു ഇല്ല, നിൽക്കുക, അവരെയൊന്നും സൈഡ് ക്യാരക്ടർ റോളിനെ പറ്റുള്ളൂ, നായകന്മാരാക്കാൻ പറ്റില്ല. കൂട്ടായ്മ പോകുകൊണ്ട് സാറിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി? അല്ല, ആ കൂട്ടായ്മ കൊണ്ട് നഷ്ടമൊന്നും അങ്ങനെ ഒന്നുമില്ല. അവരെയൊക്കെ നമ്മള് ഇപ്പൊ സിദ്ദിഖിനെയൊക്കെ നായകന്മാർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഞാനല്ലേ. മ്യൂസിക് ചെറിയ ചെറിയ വേഷം ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ആ മ്യൂസിക് മുകേഷിനെയും കൂടെ ഉദ്ദേശിച്ചിരുന്നത്. അത് മുകേഷും ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞ കാരണം ഞാൻ മുകേഷിനെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങി വന്നവനാണ്. കൗതുവാർത്ത കഴിഞ്ഞിട്ട്, കൗതുവാർത്ത സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അടുത്ത മ്യൂസിക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ പ്രൊഡ്യൂസറും കല്ലുടനീസും ഞങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ പുള്ളി ഒരു ആവശ്യമില്ലാത്തൊരു ഡയലോഗ് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞാൽ ശരി, വേണം നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിട്ടാണ് സിദ്ദിഖിനെ ആ ഗ്രൂപ്പിനെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയാണ് പുള്ളിയുടെ തലവര മാറുന്നത്. അതെ, അങ്ങനെ സിദ്ദിഖിനെ ആ റോൾ ചെയ്യിച്ചു. അങ്ങനെ മാറി ബൈജുവിനെ ഇട്ടു. എല്ലാവരും ഇതാത്. അപ്പോഴും അൻസാർ കലാഭവമുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ സിദ്ദിഖ് എന്നോട് ഒന്ന് പറഞ്ഞതെന്നറിയോ, തുളസി, നിങ്ങളിപ്പോൾ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് കഞ്ഞി പിടിച്ച് പോകുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടണോ എന്ന് സിദ്ദിഖ് എന്നോട് BTH ഹോട്ടലിൽ വെച്ച് ചോദിച്ചു. ഞാൻ പോയി മുകേഷിനെ സമാധാനപ്പെടുത്തി കൊണ്ടുവരാം എന്ന് സിദ്ദിഖ് എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അത് വേണ്ട. കല്ലുടനീസും ഉണ്ട് ആ സമയത്ത്, ഡെന്നിച്ചനും പറഞ്ഞു അത് വേണ്ട. അപ്പോൾ അങ്ങനെ പറഞ്ഞ സിദ്ദിഖിന് അവന് വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, സിദ്ദിഖേ, അപ്പോൾ ഈ പടം മോശമാവും എന്നാണല്ലോ ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞ് വന്നതിൻ്റെ ധ്വനി അതല്ലേ? കാരണം ഈ പടം മോശമാകുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ചാൻസ് കൂടെ പോവും, നിങ്ങൾ നായകനായിട്ട് അഭിനയിച്ച് എന്നല്ലേ? അല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ചു, പക്ഷെ സാരമില്ല, മോശമായാലും നിങ്ങൾക്ക് കിട്ടേണ്ട ജോലി കിട്ടും. മോശമായാലും ഇത് സംഭവിക്കുന്ന ആർക്കാണ്? എനിക്ക്, എൻ്റെ പ്രൊഡ്യൂസർക്ക്, ഡെന്നിച്ചിന്, ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ്, ഞങ്ങൾക്ക് അത് മോശം വരുള്ളൂ. അതുകൊണ്ട് സിദ്ദിഖിന് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞുതരാം, അയ്യോ ഞാൻ റെഡി. അങ്ങനെയാണ് നമ്മൾ മ്യൂസിക് മുകേഷ് ഇല്ലാതെ ചെയ്തത്. അല്ല, അന്ന് ടെൻഷൻ ഉണ്ട്. കാര്യം എല്ലാം മോഹൻലാൽ മമ്മൂട്ടി ആ ഒരു ധ്രുവത്തിൽ നിൽക്കുവാണ്. ഇത്രയും സെക്കൻഡ് നടന്മാർ വെച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷൻ, സാർ ഭയങ്കര വെല്ലുവിളി ആയിട്ട്. അല്ല, എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. നമ്മളൊരു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഡെന്നിച്ചനൊക്കെ, കല്ലുടനീസ് എന്ന് പറയും, എത്രയോ ഹിറ്റുകൾ എഴുതിയ ഒരു റൈറ്ററാണ്. മമ്മൂട്ടി വെച്ച് എത്ര സിനിമ ചെയ്തു, എത്ര ഹിറ്റുകളുണ്ടാക്കിയവൻ. ആളും നമ്മുടെ കൂടെ നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെന്നിച്ച നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഡെന്നിച്ച എനിക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ്. എവിടെ കുഴപ്പമില്ലടോ, നമുക്ക് ചെയ്യാടോ, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അപ്പോഴൊരു ധൈര്യം എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഒരു നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് തരുന്ന ശക്തി, മാതാപിതാക്കളുടെ ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തി, ഇതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ പോലും, ഒന്നിനും പിറകെ മറ്റൊന്നും സിനിമ ചെയ്യുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിനിമ ചെയ്യാൻ നിൽക്കുമ്പോൾ സോമേട്ടൻ എന്നോട് ചോദിച്ചു, സോമേട്ടൻ എന്നോടല്ല ചോദിച്ചത്, ആക്ച്വലി പ്രൊഡക്ഷന്മാരോട് ചോദിച്ചു, ഈ പയ്യനെ കൊണ്ട് സ്റ്റാർട്ട് കണ്ടും പറയാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചു. കാരണം ഒരു ഉള്ളിയായിട്ടൊരു പയ്യൻ, മീശയില്ല, താടിയില്ല, ഒന്നുമില്ലാത്തൊരു പയ്യൻ, പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് തിലകൻ ചേട്ടൻ കേട്ടു. തിലകൻ ചേട്ടൻ്റെ അടുത്താണ് ആദ്യം ഞാൻ കഥ പറയുന്നത്. തിലകൻ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് ആ സെറ്റ് അപ്പോൾ സോമനോട് പറഞ്ഞു, സോമ അവൻ ചെയ്യും. അവൻ എന്നോട് വന്ന് ആ കഥ പറഞ്ഞതിൻ്റെ ഇതെനിക്കിഷ്ടപ്പെട്ടു. അവൻ്റെ ആ മനസ്സിൽ ആ സിനിമയുണ്ട്. അതുകൊണ്ട് സോമൻ ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇതിനു മുമ്പേ ആദ്യം ഞാൻ രതീഷിനെ വേറെ സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ഒന്നിനു പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു സത്യത്തിൽ.